മ്യൂണിക്കിലെ അലയൻസ് അറീനയിൽ കലാശപ്പോരിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെതിരെ PSG 5-0 തകർപ്പൻ വിജയം നേടുമ്പോൾ ആഹ്ലാദരാവുകൾക്കിടയിലും എൻറിക്കയുടെ കണ്ണിൽ നനവുണ്ടായിരുന്നു. അവളോടൊപ്പമുള്ള ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ബെർലിനിൽ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിനു ശേഷം ഗ്രൗണ്ടിൽ ബായ്സ ഫ്ലാഗിനൊപ്പമുള്ള ആ ചിത്രം മായാതെ നിൽക്കുന്നു. അതേ ചിത്രം ബെർലിനിൽ PSG-യോടൊപ്പവും ആവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മകൾ ഫിസിക്കലി അവിടെ ഉണ്ടാവില്ല, പക്ഷേ സ്പിരിച്വലി അവിടെ ഉണ്ടാകും. സെമി ഫൈനൽ വിജയത്തിനു ശേഷം അകാലത്തിൽ പൊലിഞ്ഞുപോയ തൻ്റെ അരുമ മകൾക്ക് ഒരു പിതാവ് നൽകിയ വാക്കാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വർഷം 2015 ജൂൺ 7. ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവന്റസിനെ കീഴടക്കി FC ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടുന്നു. മെസ്സിയും നെയ്മറും അടക്കമുള്ള നക്ഷത്രങ്ങളുടെ നിമിഷങ്ങൾക്കായി ഫോക്കസ് ചെയ്യുന്നതിനിടയിൽ ക്യാമറ കണ്ണുകൾ മറ്റൊരു കുളിർമയേകുന്ന ചിത്രം ഒപ്പിയെടുത്തു. ബാഴ്സ കോച്ച് ലൂയിസ് എൻറിക്കയും മകൾ സാന മാർട്ടിനസുമായിരുന്നു അത്. 2019 ഓഗസ്റ്റ് 30 9 വയസ്സുകാരിയായിരുന്ന മകൾ സനയുടെ വിയോഗ വാർത്ത എൻട്രിക്കോ ലോകത്തെ അറിയിക്കുന്നത്. സനയുടെ ശരീരത്തിലെ അസ്ഥികളെയാണ് ക്യാൻസർ ബാധിച്ചത്. 5 മാസത്തോളം രോഗത്തോട് പൊരുതിയാണ് സനയൊടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. 2018 ലോകകപ്പിന് ശേഷം സ്പെയിനിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത എൻട്രിക്കെ മകളുടെ ചികിത്സാ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനായി 2019 ജൂൺ 19 രാജിവെച്ചിരുന്നു. സനയ്ക്ക് ആദരമർപ്പിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കറുത്ത ടീഷർട്ട് ധരിച്ചാണ് എൻട്രിക്കെ ഫൈനൽ മത്സരത്തിനെത്തിയത്. ട്രോഫി സ്വന്തമാക്കിയ ശേഷമുള്ള പരേഡിനിടെയാണ് ഗാലറിയിലെ PSG ആരാധകർ വമ്പൻ ടിഫോ ഉയർത്തിയത്. ആരാധകരുടെ ഈ സ്നേഹത്തിന് എൻട്രിക്കെ നന്ദി അറിയിക്കുകയും ചെയ്തു. മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും വൈകാരികമായാണ് എൻട്രിക്കെ ഇതിനോട് പ്രതികരിച്ചത്. PSG ആരാധകരുടെ ആ പ്രവൃത്തി ഏറെ വൈകാരികമായിരുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് അവർ ചിന്തിച്ചു എന്നത് മനോഹര കാര്യമാണ്. എൻ്റെ മകളെക്കുറിച്ച് ഓർക്കാൻ എനിക്കൊരു കളി ജയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ദിവസവും അവളുടെ ഓർമ്മകളിലാണ്. അവളെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു, എൻട്രിക്കെ പറഞ്ഞു.